ഹലോ ഗായ്സ്, നമുക്കൊരു പാൻറ് സ്റ്റിച്ച് ചെയ്താലോ? വലിയ പിടിയൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ പഴയ പാൻറ് അഴിച്ചെടുത്തിട്ടുണ്ട്, തുന്നി അഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു പഴയ മാക്സിനും പിന്നെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട്, കത്തിയൊന്നുമില്ല, രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മേളിൽ നമ്മൾ അഴിച്ച ആ പഴയ പാൻറ്റിൻ്റെ പീസ് എടുത്ത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ ചെയ്തത്. പിന്നെ വലിയ സ്റ്റിച്ചിങ് കാര്യങ്ങളൊന്നും അറിയത്തില്ല, പിന്നെ മെഷീനുണ്ട്, അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെയാണ് ഞാനതൊന്ന് തയ്ച്ചെടുക്കാറുള്ളത്. പിന്നെ നമുക്ക് എന്നിട്ട് ആ മാക്സി നല്ല വൃത്തി ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് പിന്നെ അതിൻ്റെ മേലുള്ള പഴയ പാൻറ് വെച്ച് കട്ട് ചെയ്തെടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ വീട്ടിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ സിമ്പിൾ സാധനം മതിയല്ലോ. ആദ്യം ഞാൻ മാക്സിയുടെ മേൽഭാഗം അങ്ങോട്ടായിരുന്നു വെച്ചിരിക്കുന്ന ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം പാൻറ്റിന്. പക്ഷേ അതൊന്നും ശരിയോട് സെറ്റാവില്ല എന്നാണ് ഇപ്പോൾ തിരിച്ച് വെച്ചേക്കുവാണ്. എന്നോ അത് ശരിയാവുന്നില്ല. അവിടെ ആ മാക്സി സിബ് ഉള്ളത് കൊണ്ട് അങ്ങോട്ടേക്ക് വെച്ചാൽ ആവില്ല. കാരണം നമുക്ക് ഇലാസ്റ്റിക് വെക്കേണ്ട ഇത് സ്പേസ് വിടണമല്ലോ. അതുകൊണ്ട് എന്തായാലും അത് പറ്റൂല. ഞാൻ തിരിച്ചു വെക്കുന്നുണ്ട്. അത് വീഡിയോ കാണിക്കുന്നുണ്ടോ എന്നറിയില്ല, ഓർമ്മയില്ല എടുത്തിട്ടുണ്ടോന്ന്. അത് കണ്ട് ഞാൻ തിരിച്ചു വെച്ചിയ മാക്സി തിരിച്ചിട്ടിട്ടുവാണ്. ആ താഴ്ഭാഗം മേൽഭാഗം താഴേക്കും ആക്കിയിട്ടിട്ടുവാണ്. എന്നിട്ടാണ് ഞാനത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്യാനേ, അപ്പോൾ അവിടുന്ന് ആദ്യം കട്ട് ചെയ്ത് കുറച്ച് താഴോട്ട് വന്നിട്ട് അപ്പം താഴെ ഒന്ന് കട്ട് ചെയ്യാൻ തുടങ്ങി. കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മൊത്തം കട്ട് ചെയ്തെടുത്തിട്ട് കണ്ടോ. അപ്പം അളവിൻ്റെ പാൻറ് വെച്ച് ആ ഒരു അളവ് തന്നെ, അതെൻ്റെ അളവിലുള്ള പാൻറ്റാണ്. അപ്പം ആ പാൻറ് അളവ് വെച്ച് തന്നെ കട്ട് ചെയ്തെടുത്തു അങ്ങനെ. പക്ഷേ ഫുൾ ലെങ്ത് ഇല്ല, ഹാഫേ ഉള്ളൂ പാൻറ്. അത് അത്രയും കിട്ടുള്ളൂ. മാക്സിയുടെ തുണിയല്ലേ, മാക്സി അല്ലേ, അപ്പം അതിൻ്റെ അത്രയും ലെങ്തിലേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ആക്കി എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കത് പിന്നെ നിവർത്തി സ്റ്റിച്ച് ചെയ്യാം. അപ്പം അവിടെ മാക്സിയുടെ സ്റ്റിച്ച് ചെയ്യുന്നത് മുറിച്ചിട്ടില്ല, അത് കട്ട് ചെയ്ത് പോയില്ലായിരുന്നു. അപ്പോൾ അത് പൊട്ടിക്കുവാണേ. അതപ്പം പൊട്ടിച്ചെടുത്തിട്ട് ഞാൻ തന്നെ നിവർത്തിയിട്ട് നോക്കുക ഗൈസ്. കാരണം അത് ശരിയായോ ഇല്ലയോ. ആദ്യമായിട്ടാണ് ഈ പാൻറ്റൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കുന്നത്. അത്യാവശ്യം ഷേപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലാതെ അങ്ങനെ ഇതുവരെ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടില്ല. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പം ഫസ്റ്റ് ടൈമാണ് പാൻറ് സ്റ്റിച്ച് ചെയ്യാന്ന് വിചാരിക്കുന്നത്. എന്നിട്ട് നമുക്ക് പോയി അടിച്ചെടുക്കാം. അപ്പം നമുക്ക് അതങ്ങനെ കാണിക്കുന്ന അതിൽ തന്നെ അടിച്ച് നമുക്ക് എടുക്കാം. അപ്പം രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് ഞാൻ അടിക്കുന്നത്. അപ്പോൾ അടിക്കുന്ന വീഡിയോ ഞാൻ കൈ പിടിച്ചാണ് എടുക്കുന്നത്. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഇതിൻ്റെ അകത്ത് വേറൊരു സംഭവമുള്ളതെന്ന് വെച്ചാൽ അടിച്ചടിച്ച് മൊത്തം ഫുള്ളായിട്ട് ഞാൻ അടിച്ച് വെച്ചു. മീൻസ് പാൻറ് ഇത് ഫുള്ള് ഇത് ഇവിടെ നിന്ന് താഴെ വരെ ഞാൻ ഫുള്ളിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ അന്നേരം ജോയിൻ്റായി പോയില്ലേ. പിന്നെയും ഞാൻ അഴിച്ച് മാറ്റിയിട്ടാണ് ഞാൻ വീണ്ടും പാൻറ്റിൻ്റെ രൂപത്തിലാക്കി എടുത്തത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നേരം കറണ്ട് പോയിട്ട് അതങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് പാൻറ്റിൽ. ഇങ്ങനെയാണ് ഞാൻ പാൻറ് തയ്ച്ചിട്ട് എടുത്തിരിക്കുന്നത്. പക്ഷേ വലിയ കുഴപ്പമില്ല, എനിക്ക് ഇടാൻ പറ്റുന്ന ഒരു സൈസാണ്. എൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ എൻ്റെ പാൻറ് ChatGPTക്ക് കൊടുത്തിട്ട് പുള്ളിക്കാരനാക്കി തന്ന ഒരു മോഡലാണ് എനിക്കിത്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.